റേഡിയോ ഉണ്ടായിരുന്നോ? റേഡിയോ അവിടെ ഒരു ഓൾ ഇന്ത്യ റേഡിയോ ഉണ്ട്, പക്ഷെ അത് റിലേ സ്റ്റേഷൻ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ചെറിയ പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ റേഡിയോയിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിൽ പാർട്ട് ടൈം രാവിലെ 6 മണി തൊട്ട് 9 മണി വരെ റേഡിയോ സ്റ്റേഷനിൽ പോകും, 10 മണിയായിട്ട് ഓഫീസിൽ പോകും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു, എൻഗേജ് ചെയ്യാറ്. അപ്പോൾ സിനിമയോടുള്ള ക്രേസ് അന്ന് തൊട്ടുണ്ട്. അങ്ങനെ ലക്ഷദ്വീപിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. ലക്ഷദ്വീപിലുള്ള ആൾക്കാർ പൊതുവെ ഈ മെയിൻലാൻഡിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നതല്ലേ. ഇപ്പം കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള കര കേരളമാണ്. കേരളത്തിൽ നിന്ന് 100-500 കിലോമീറ്റർ ദൂരമാണ്. അങ്ങനെയുള്ള റിമോട്ടായിട്ടുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്കും ആഗ്രഹങ്ങളുണ്ട്, കലയോടുള്ള ഇഷ്ടമുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം, കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ട്. അത് പക്ഷെ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ചിലപ്പോൾ പറ്റാത്തതും സാഹചര്യമാകും. പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെയായിട്ട് കൂടിയും എൻ്റെ നല്ലൊരു ഫാമിലി ഉള്ളതുകൊണ്ട്, എൻ്റെ ഉപ്പ പോലത്തെ ഒരു മനുഷ്യനുള്ളതുകൊണ്ട് എന്നെ നീ ചെയ്തോ എന്നുള്ളൊരു സപ്പോർട്ട് തന്നുകൊണ്ട് ഞാൻ എഫേർട്ട് എടുക്കാൻ തീരുമാനിച്ചു, റിസ്ക് എടുത്തു. അങ്ങനെ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി പാലക്കാട് ചിറ്റൂർ കോളേജിൽ, അതായത് മ്യൂസിക് പഠിക്കാൻ വന്നു. സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി വേറെ ഡയറക്ഷൻ ഒന്നും അല്ല പഠിച്ചത്, മ്യൂസിക് ആണ് പഠിച്ചത്. ഞാൻ അപ്പോൾ വിചാരിച്ചു ഓക്കെ സിനിമയിൽ പാട്ടൊക്കെ ഉണ്ടല്ലോ, മ്യൂസിക്കൊക്കെ, അപ്പോൾ ചിലപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും നടന്നാലെന്ന് വിചാരിച്ചു പോയത്. പക്ഷേ അത് കുറച്ച് ടഫായിരുന്നു. കാരണം ബേസിക് ഒന്നുമില്ലാണ്ട് ഞാൻ മ്യൂസിക് പഠിക്കാൻ പോയത്.